നമ്മൾ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ഫെയർനെസ് വന്നപ്പോൾ മീനിങ് ഓഫ് ഫെയർനെസ് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ഞാനത് പറഞ്ഞു, ഇനിയിപ്പോൾ റെക്കോർഡാവാത്തിൻ്റെ ആണോ ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. ഫെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ പരീക്ഷ നടത്തുക എന്നുള്ളതാണ്. അവർക്ക് പറ്റുന്ന രീതിയിൽ, അവർക്ക് ഏത് മെത്തേഡാണോ അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജിയാണോ പറ്റുന്നത് അതിനനുസരിച്ച് നമ്മൾ അസസ്മെൻറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫെയർനെസ് നോക്കുന്നത്. മീനിങ് ഓഫ് ഫെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആബ്സെൻസ് ഓഫ് ബയസ്, അതായത് എല്ലാ കുട്ടികളെയും നമ്മൾ ഒരേപോലെ തന്നെ ഒരു ബയസ് ഇല്ലാത്ത രീതിയിൽ ഗുഡ് പെർഫോമൻസ് നമ്മൾ ക്രൈറ്റീരിയ നമ്മൾ എടുക്കണം. അതായത് ഇപ്പോൾ 8ാം ക്ലാസ്സിലൊരു കുട്ടിക്ക് ഇംഗ്ലീഷിന് ഇത്ര മാർക്ക് കിട്ടണം, ഇത്ര എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പിനും അത് തന്നെയായിരിക്കണം. അല്ലാണ്ട് 8 കുട്ടികൾ ഇത്ര എഴുതിയാൽ കിട്ടും, അങ്ങനൊരു ബയസിങ് പാടില്ല. രണ്ടാമത്തെയാണ് പ്രൊസീജിയറൽ ഫെയർനെസ്. നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു പോയിൻ്റാണ് നമ്മൾ പറയാതെ വിട്ടതെന്ന് തോന്നുന്നു. അപ്പോൾ അതായത് ആബ്സെൻസ് ഓഫ് ബയസ്, നമ്മളൊരു രീതിയിലും ഒരു പ്രജുഡിസോടുകൂടി നമ്മൾ കുട്ടികളെ കാണാൻ പാടില്ല. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് ബാക്കി സ്ലൈഡുകളിൽ പറഞ്ഞിട്ടുണ്ട്.